ആദ്യം ചോദ്യം വായിക്കുക. 300-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 300-നും 500-നും ഇടയിൽ 7ൻ്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകളുണ്ട്, എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അവയുടെ തുകയൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ 300 എന്ന് പറയുന്ന സംഖ്യ ആദ്യം എഴുതിയിടുക. ആ 300-നെ ആരുടെ ഗുണിതമാണ്? 7 കൊണ്ടല്ലേ. അപ്പോൾ 7 കൊണ്ട് നിശേഷം ഹരിക്കണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 4 28. 30-ൽ 4 തവണ 28. 30-ൽ നിന്ന് 28 കുറച്ചാൽ 2. അവിടെയുള്ളൊരു 0 അങ്ങ് ഇറക്കി എഴുതുക. 20. 20-ൽ എത്ര പ്രാവശ്യമുണ്ട്? 7. 2 തവണ 7 2 14. മിച്ചം 6 ഉണ്ട്. ആ മിച്ചം വന്നിരിക്കുന്ന ആളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും 500 ഇതുപോലെ തന്നെ എടുത്ത് ഡിവൈഡ് ചെയ്യുക. 500-നെയും എത്ര കൊണ്ട്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര പ്രാവശ്യം? 7 7 49. ശിഷ്ടം എത്രയുണ്ട്? 1. ആ 0 ഇറക്കി എഴുതുമ്പോൾ 10. 10-ൽ വീണ്ടും എത്ര പ്രാവശ്യം? 1 തവണ 7. ശിഷ്ടം 3. ആ ശിഷ്ടം ഒന്നും നോക്കണ്ട. മുകളിൽ വന്നിരിക്കുന്ന ഹരണഫലം രണ്ടും നോക്കി ഏതൊക്കെയാണ്? 71 42. അവ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 71-ൽ നിന്ന് 42 കുറച്ചാൽ മാത്രം മതി. എത്രയാണത്? 29. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഡിവൈഡ് ചെയ്യുക. ആ ഹരണഫലങ്ങളുടെ വ്യത്യാസം എടുക്കുക. 71 42-ൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്.